ഇരിക്കുമാറാകട്ടെ. സ്തോത്രം. കർത്താവ് ഇന്ന് രാത്രി നമ്മളെല്ലാം ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് വന്നു. എല്ലാ കൃപയ്ക്കായി നന്ദി. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ ഞാൻ വന്നപ്പോഴൊക്കെ ദൈവവചനത്തിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആദ്യത്തെ പ്രാവശ്യം എനിക്ക് തോന്നുന്നു ഞാൻ പഠിപ്പിച്ചത് നമ്മെ കർത്താവ് എന്തിനാണ് സൃഷ്ടിച്ചതെന്നുള്ളതായിരുന്നു അല്ലേ. കർത്താവിന് ഒരു കാന്തയായി കർത്താവിനോട് ചേർന്ന് കർത്താവിൻ്റെ അതേ സ്റ്റാറ്റസിൽ കർത്താവിനോടൊപ്പം ഒരു എൻറ്റിറ്റിയായി എന്നേക്കും വസിക്കേണ്ടതിന് ഹല്ലേലൂയ ഒരു വിശുദ്ധ ഹല്ലേലൂയ കാന്തയായി കർത്താവ് നമ്മളെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് നമ്മൾ പഠിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ കർത്താവ് നമ്മളെ സൃഷ്ടിച്ചത് എന്നേക്കും തന്നോടൊപ്പം തൻ്റെ പെർഫെക്ഷനിൽ വസിക്കേണ്ടതിനാണെന്ന് നമ്മൾ പഠിച്ചു. ഈ ഭൂമിയിൽ കർത്താവ് നമ്മെ ഒരുക്കുന്നത് ആരായിട്ടാണ്? യേശു കർത്താവിൻ്റെ കാന്തയായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഒരു വിവാഹം, കർത്താവുമായിട്ടുള്ള ഒരു വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ട നിർമ്മല കന്യക, ഹല്ലേലൂയ, കറ ചുളുക്കം വാട്ടം ഒന്നുമില്ലാതെ, ഹല്ലേലൂയ, ഹവ്വായെ സർപ്പം ഉപായത്താൽ ചതിച്ചതുപോലെ നഷ്ടപ്പെട്ടു പോകാതെ അല്ലേ, സ്വർഗത്തിൽ എന്നേക്കും നിലനിൽക്കേണ്ടതിന്, കർത്താവിനോടൊപ്പം വസിക്കേണ്ടതിന്, ഒരുങ്ങേണ്ടതിന് കർത്താവ് നമ്മെ തിരഞ്ഞെടുത്തു. സ്തോത്രം. അത് കഴിഞ്ഞ് നമ്മൾ പഠിച്ചത് സാൽവേഷൻ ആയിരുന്നു അല്ലേ. സ്തോത്രം. അപ്പം സാൽവേഷനിൽ നാം പഠിച്ചത് എന്താണ്? സാൽവേഷൻ്റെ ആ ഡോക്ട്രിൻ ആരംഭിച്ചത് എവിടെയാണ്? പഴയ നിയമത്തിൽ പുറപ്പാട് പുസ്തകത്തിലാണ്. പുറപ്പാട് പുസ്തകം 6-ാം അധ്യായം 6 മുതൽ 7 വരെയുള്ള വാക്യങ്ങളാണ് രക്ഷയുടെ ഉപദേശത്തിൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്നത്. അവിടെ രക്ഷ എന്ന ആ ഒരു പ്രോസസ്സിൻ്റെ ആരംഭം അല്ലേ, അത് സ്റ്റാർട്ട് ചെയ്യുന്നത്, രക്ഷ എന്ന പ്രോസസ്സ് സംഭവിക്കണമെങ്കിൽ അതിനകത്തിൽ 5 കാര്യങ്ങൾ സംഭവിക്കണമെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ഒന്നാമത്തെ കാര്യം എന്താണ്? ആരാണ് രക്ഷകനെന്ന് മനസ്സിലായി. ഐ ആം ദ ലോർഡ്, ഹല്ലേലൂയ, ഞാനാണ് ദൈവം എന്ന് കർത്താവ് വെളിപ്പെടുത്തുകയും, പ്രൈസ് ദി ലോർഡ്, ഞാനാണ് നിങ്ങളുടെ ദൈവം എന്ന് കർത്താവ് വെളിപ്പെടുത്തുകയും, ആ കർത്താവിനെ നമ്മൾ തിരിച്ചറിയുകയും ചെയ്യുമ്പോൾ അടുത്തത് നമ്മൾ പറഞ്ഞു, ഐ വിൽ ബ്രിങ് യു ഔട്ട്. നീ എവിടെ ഏത് അവസ്ഥയിലായിരിക്കുന്നുവോ അവിടെ നിന്നും എന്തു ചെയ്യും? ഞാൻ നിന്നെ പുറത്തു കൊണ്ടുവരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് നാം ആയിരിക്കുന്ന പാപത്തിന്റെ അവസ്ഥയിൽ നിന്ന് ഹല്ലേലൂയ ഒരു കുഴിയിൽ കിടത്തി, കുഴിക്കകത്ത് നമുക്ക് നല്ല കാര്യങ്ങളെ തരികയല്ല, ആ കുഴിയിൽ നിന്നും പുറത്തു കൊണ്ടുവന്ന് നമ്മളെ രക്ഷിച്ച്, ഹല്ലേലൂയ, ഇന്ന് നാം എപ്രകാരമായിരിക്കുന്നുവോ ആ അവസ്ഥയിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്ന ഒരു പ്രോസസ്സാണ് എന്ത്? രക്ഷയുടെ പ്രോസസ്സ്. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ അർത്ഥം ഇപ്പം ഇന്ന് പലരും നമുക്കറിയാം, ചിലരൊക്കെ പറയും സ്നാനപ്പെടണമെന്ന് പറയും അല്ലേ, ഓടിച്ചെന്ന് സ്നാനപ്പെടും. പക്ഷേ ജീവിതം അങ്ങനെ തന്നെയാണ്. യേശുവിനെ രക്ഷകനായി അംഗീകരിച്ചു എന്ന് പറഞ്ഞു, പക്ഷേ അത് കഴിഞ്ഞ് ജീവിതത്തിന് മാറ്റമൊന്നും ഉണ്ടായില്ല. അപ്പം അത് രക്ഷ നടന്നോ? ഇല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സാമുദായിക സഭകളൊക്കെ പലപ്പോഴും ഈ ഒരുപാട് കാണാറുണ്ട്. അതെന്താണ്? സ്നാനപ്പെടണമെന്നുള്ള സത്യമാണെന്ന് മനസ്സിലായി, അപ്പോൾ എന്ത് ചെയ്തു? ഓടിപ്പോയി രഹസ്യമായിട്ട് സ്നാനപ്പെട്ടു. പക്ഷേ ജീവിതം മാറിയോ? ഇല്ല. അവിടെ തന്നെ കിടന്നിട്ട് കാര്യമുണ്ടോ? അപ്പോൾ കർത്താവ് എന്ത് ചെയ്യും? ഹി വിൽ ബ്രിങ് യു ഔട്ട്. അവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യും? പുറത്ത് കൊണ്ടുവരും. മൂന്നാമെന്താ നമ്മൾ പഠിച്ചേ? നമ്മൾ എവിടെ ആയിരിക്കുന്നുവോ അങ്ങോട്ട് എന്ത് ചെയ്യും? കർത്താവ് ഇറങ്ങി വരും അല്ലേ. അതല്ലേ പഠിച്ചേ? ഹല്ലേലൂയ. നമ്മൾ ഏതവസ്ഥയിലായിരിക്കുന്നുവോ കർത്താവ് അവിടെ എന്ത് ചെയ്യും? ഇറങ്ങി വരും. ഇറങ്ങി വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടേ? ആ കയ്യിലൊന്ന് പിടിക്കണം. ഹല്ലേലൂയ. നമ്മുടെ ഒരു തീരുമാനം എന്താണ്? എനിക്ക് ആ കൈ വേണം, ഹല്ലേലൂയ എന്ന് പറഞ്ഞ് കർത്താവിനെ സ്വീകരിക്കുമ്പോൾ കർത്താവ് എന്ത് ചെയ്യും? അവിടെ നമ്മൾ പുറത്ത് കൊണ്ടുവരും. നാലാമത് നമ്മൾ എന്താ പറഞ്ഞേ? ഹല്ലേലൂയ. ഹി വിൽ റിഡീം യു. നമ്മളെ വീണ്ടെടുക്കും. പാപത്തിന്റെ ശമ്പളമായ മരണത്തെ നീക്കിയിട്ട് നമ്മളെ എന്ത് ചെയ്യും? വീണ്ടെടുക്കും. പ്രൈസ് ദി ലോർഡ്. നാലാമത്തെ കാര്യം എന്തുവാ? ഐ വിൽ ടേക്ക് യു. എൻ്റെ സ്വന്തം ജനം. പ്രൈസ് ദി ലോർഡ് എന്ന് വെച്ചാൽ എന്താ പറയുന്നത്? കാന്തയാക്കി തീർക്കും. ഹല്ലേലൂയ. വിവാഹം ചെയ്യുമെന്ന അതിന്റെ എബ്രായ പദം അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് വിവാഹം ചെയ്യുമെന്ന് തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്. അപ്പോൾ സാൽവേഷന്റെ ഉപദേശം ആരംഭിക്കുമ്പോൾ കർത്താവ് ആദ്യമായിട്ട് അത് ദൈവവചനത്തിൽ വെളിപ്പെടുത്തുമ്പോൾ അതിനകത്തിൽ 5 കാര്യങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട്. ഒന്നെന്താണ്? ഹൂ ഈസ് ഗോഡ്. 2 ആരാണ്? ഐ വിൽ ബ്രിങ് യു ഔട്ട്. 3 എന്താണ്? ഐ വിൽ റെസ്ക്യൂ യു. 4 എന്താണ്? ഐ വിൽ റിഡീം യു. 5 എന്താണ്? ഐ വിൽ ടേക്ക് യു ആസ്
മൈൻഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇങ്ങനെ 5 കാര്യങ്ങൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നടക്കുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? അവന്റെ ജീവിതത്തിൽ യേശുക്രിസ്തുവിൻ നാമത്തിലുള്ള രക്ഷയെ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇനി രക്ഷിക്കപ്പെടുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവിടെ കൊണ്ട് തീർന്നോ? ഇല്ല. അവിടുന്ന് എന്ത് ചെയ്യണം? മുമ്പോട്ട് യാത്ര ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ യാത്രയെ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് എന്നുള്ളതാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഈ യാത്രയെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കണം? പ്രൈസ് ദി ലോർഡ്. നാം ആദ്യം പഠിച്ചു, കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് ദൂരെ ഓടിപ്പോയതാണ് ആരാണ്? മനുഷ്യൻ, അല്ലേ? പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഒന്നാമത് നാം മനസ്സിലാക്കിയത്, ദൈവം തന്റെ സ്വരൂപത്തിലും തന്റെ സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. അപ്പം ദൈവത്തിന്റെ നേച്ചർ ആയിരുന്നു ആർക്ക്? മനുഷ്യന് ദൈവത്തിന്റെ നേച്ചർ ആയിരുന്നു. എന്നാൽ പാപം സംബന്ധിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? മനുഷ്യന്റെ നേച്ചർ എന്തായി മാറി? ദൈവത്തിന്റെ നേച്ചറിന് വ്യത്യസ്തമായി മാറി, ഓപ്പോസിറ്റായി മാറി, അല്ലേ? അല്ലല്ലേ? സ്വാഭാവികം എന്ന് പറയുന്ന വാക്ക് നേരത്തെ എന്തായിരുന്നു? ദൈവത്തിനും മനുഷ്യനും ഒന്നായിരുന്നു, അല്ലെ? ഒരേ സ്വഭാവമായിരുന്നു, ദൈവത്തിന്റെ സ്വഭാവമായിരുന്നു മനുഷ്യനും. അപ്പൊ അവിടുന്ന് എന്ത് സംഭവിച്ചു? അവിടുന്ന് വ്യത്യസ്തമായ ഡയറക്ഷനിലേക്ക് മനുഷ്യൻ മാറി. അപ്പൊ ഇനി എന്ത് വേണം? ഒരു യു ടേൺ എടുക്കണം. ഈ യു ടേൺ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു എബ്രായ പദം ഞാൻ പഠിപ്പിച്ചു തരാം. ഷൂ എന്നുള്ളൊരു എബ്രായ പദം. എന്താണ് ഷൂ? SHOOV എന്ന് ഇംഗ്ലീഷിൽ എഴുതിയാൽ പ്രൊണൗൺസ് ചെയ്യുന്ന ഷൂ എന്ന വാക്ക് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് റിപ്പൻറ്റൻസ് എന്നാണ്. എന്താണ് റിപ്പൻറ്റൻസ്? എന്താണ് റിപ്പൻറ്റൻസ്? റിപ്പൻറ്റൻസ് എന്ന് പറയുമ്പം നാം എപ്പോഴും മനസ്സിലാക്കുന്നത് എന്താണ്? ബീങ് സോറി അബൌട്ട് വാട്ട് വി ഹാവ് ഡൺ, അല്ലേ? നമ്മൾ ചെയ്ത പാപത്തെ ഓർത്ത് അനുദപിക്കുന്നു എന്നുള്ളതാണ് ഇംഗ്ലീഷിൽ റിപ്പൻറ്റൻസ് എന്ന വാക്കിന്റെ അർത്ഥം. എന്നാൽ അതിനുവേണ്ടി എന്റെ മൂലഭാഷയിൽ വചനം ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഷൂ എന്ന എബ്രായ പദത്തിന്റെ അർത്ഥം എന്നറിയാമോ? ടു ടേക്ക് എ യു ടേൺ ആണ്. ടേൺ ബാക്ക്. എന്താണ് ടേൺ ബാക്ക്? ഇറ്റ് ഇംപ്ലൈസ് ആക്ഷൻ. മനസ്സിലായോ? അതില് ഒരു സോറി മാത്രമല്ല, there's an action associated to it. I don't want to go in that way now. I want to take a U-turn. Praise the Lord. അതായത് ഇപ്പോൾ മനുഷ്യന്റെ സ്വഭാവം എന്താ? യു-ടേൺ എടുക്കാൻ പറ്റില്ല. എന്റെ നേച്ചർ, സ്വാഭാവികം എന്ന് പറയുന്ന കാര്യം എന്താണ്? ദൈവത്തിന്റെ അടുത്തോട്ട് നമ്മൾ എന്ത് ചെയ്യത്തില്ല, കൊണ്ടുവരത്തില്ല. പക്ഷേ എന്റെ സ്വഭാവത്തിനെതിരായി ഒരു തീരുമാനമാണ്, അല്ലേ? എന്ത് മനസ്സിലാക്കി? എനിക്ക് എന്റെ ഒരു ഒറിജിനൽ സ്വഭാവം ഉണ്ടായിരുന്നു, അത് ദൈവത്തിന്റെ സ്വഭാവമായിരുന്നു. എനിക്ക് അങ്ങോട്ടൊന്ന് തിരിഞ്ഞു നടക്കണം, അങ്ങോട്ടൊന്ന് തിരിഞ്ഞു ഓടണം. ആ കർത്താവിന്റെ ആ ഒറിജിനൽ സ്വഭാവത്തിലേക്ക് എനിക്ക് എന്ത് ചെയ്യണം? ഒന്ന് തിരിഞ്ഞു ഓടണമെന്ന് തിരിച്ചറിവിൽ ഹല്ലേലൂയ എടുക്കുന്ന തീരുമാനമാണ് എന്ത്? ഹല്ലേലൂയ ആ ഷൂ എന്ന വാക്കിൽ വരുന്നത്. അപ്പോൾ ഈ തിരിഞ്ഞ് കൊണ്ടുവരാൻ നമ്മളെ കൊണ്ട് പറ്റുമോ? നമ്മുടെ നേച്ചർ കൊണ്ട് നമുക്ക് പറ്റില്ല. പറ്റുമോ? നമ്മുടെ നേച്ചർ, ഇപ്പൊ എന്റെ നേച്ചർ എന്താണ്? പാപം ചെയ്യാനുള്ള നേച്ചർ. ഞാൻ തീരുമാനിച്ചു, ഒന്ന് തിരിയാൻ തീരുമാനിക്കുമ്പോൾ പിന്നെ നോക്കുമ്പോൾ എന്ത് ചെയ്യുക? എന്റെ ജീവിതത്തിൽ എന്താ വരുന്നത്? പാപം വരുന്നത്. ഒരു സ്റ്റെപ്പ് ഞാൻ തിരിച്ചു വെക്കുമ്പോൾ 2 സ്റ്റെപ്പ് ഞാൻ എന്ത് പോകും? അങ്ങോട്ട് പോകും, അല്ലേ? അപ്പോ ദൈവത്തിന്റെ ഇടപെടലില്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? തിരിച്ചു വരാനും പറ്റത്തില്ല, അല്ലേ? പക്ഷെ ദൈവത്തിന് ഒരു കാര്യം വേണം. എന്ത് വേണം? ഹൃദയം വേണം, നമ്മുടെ മനസ്സ് വേണം, തീരുമാനം വേണം. പ്രൈസ് ദി ലോർഡ്. ദൈവം എന്ത് ചെയ്യണം? ദൈവത്തിന് നമ്മുടെ തീരുമാനം വേണം, നമ്മുടെ ചോയ്സ് വേണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിനക്ക് എൻ്റെ അടുത്ത് വരണമെന്ന് ആഗ്രഹമുണ്ടോ? പ്രൈസ് ദി ലോർഡ്. മനസ്സിലായോ? ഹല്ലേലൂയ. നിനക്ക് എൻ്റെ അടുത്ത് വരണമെന്ന് ആഗ്രഹമുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിടെ ദൈവം പ്രവർത്തിച്ച ചരിത്രമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ദൈവം പ്രവർത്തിച്ച സകല വഴികളും എങ്ങനെയായിരുന്നു അറിയാമോ? അതിൻ്റെ പേരാണ് ദൈവത്തിൻ്റെ ആ സ്ട്രക്ചർ, ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ ആ സ്ട്രക്ചർ. അതായത് മനുഷ്യനുമായി ഇടപെട്ട
രീതിയെ അനുസരിച്ച് ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ രീതി എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇറ്റ് വാസ് ഓൾവേസ് ത്രൂ എ കവനന്റ്. മനസ്സിലായോ? അതായത് ഈ ഒരു ദൈവ സ്വഭാവത്തിലേക്ക് നമ്മളെ തിരിച്ച് കൊണ്ടുവരാൻ വേണ്ടി ദൈവം നമ്മിലേക്ക് ഇടപെട്ട രീതി എന്തായിരുന്നു? ഇറ്റ് വാസ് ഓൾവേസ് എ കവനന്റ്, ഒരു ഉടമ്പടി. അപ്പോൾ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അവൻ്റെ ജീവിതം ഇനിയും മുതൽ ഒരു കവനന്റിനകത്താണ്. മനസ്സിലായോ? ഒരു ഉടമ്പടി. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഞായറാഴ്ച പറഞ്ഞിരുന്നു ഉടമ്പടിയുടെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞിരുന്നു അല്ലേ? എന്താണ്? മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു. ഒരു കവനന്റ് ഉണ്ടാകാം, ഒരു കോൺട്രാക്റ്റ് ഉണ്ടാകാം, ഒരു എഗ്രിമെന്റ് ഉണ്ടാകാം. ഈ 3 ഇംഗ്ലീഷ് ടേംസ് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ? എഗ്രിമെന്റ് എന്ന് വെച്ചാൽ എന്താണ്? ഓർമ്മയുണ്ടോ? എഗ്രിമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 പേർ തമ്മിലുള്ള ഒരു കാഷ്വൽ എഗ്രിമെന്റ്. അതിന് ലീഗൽ ബൈൻഡിങ് ഒന്നും ഇല്ല, യാതൊരു ലീഗൽ ബൈൻഡിങ്ങും അതിനില്ല. ഒരാൾ മാറിയ അഗ്രിമെന്റ് തീർന്നു, എഗ്രിമെന്റേ പിന്നില്ല അല്ലേ? കോൺട്രാക്ട് എന്ന് പറയുമ്പോൾ എന്തുണ്ട്? അതിനൊരു ലീഗൽ ബൈൻഡിങ് ഉണ്ട്. അതായത് ഒരാൾ ഒരു കോൺട്രാക്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും. അത് കോൺട്രാക്റ്റിൻ്റെ പ്രത്യേകത. എന്നാൽ കവനന്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? അതൊരു കാലത്തും അത് നീങ്ങിപ്പോകത്തില്ല എന്നുള്ളതാണ് കവനന്റിന്റെ പ്രത്യേകത. അതായത് 2 പേർ തമ്മിൽ ഒരു ഉടമ്പടിയിൽ ഏർപ്പെട്ടാൽ ഒരാൾ മാറിപ്പോയാലും ഒരാൾ അത് അനുസരിക്കാതിരുന്നാലും മറ്റേയാൾ എപ്പോഴും എന്താണ്? ആ ഉടമ്പടിക്കകത്തുണ്ട്. ഇനി ആ വ്യക്തി തിരിച്ചു വന്ന് ഈ കവനന്റിൽ കയറിയാൽ വീണ്ടും ആ കവനന്റ് അവിടെ ഉണ്ട്. ഇങ്ങനെ വളരെ പ്രത്യേകതയുള്ള ഒരു ദൈവിക നിയമമാണ് എന്ത്? കവനന്റ്, ഉടമ്പടി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ദൈവം മനുഷ്യനെ തൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരേണ്ടതിന് ദൈവത്തിന്റെ സ്ട്രക്ചർ, ദൈവത്തിന്റെ രീതി എന്തായിരുന്നു? ഹി റീച്ച്ഡ് ഔട്ട് ത്രൂ കവനന്റ്സ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ രക്ഷിക്കപ്പെട്ട നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, there is a covenant binding upon us. ഞാനൊരു ഉടമ്പടിക്കകത്താണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ ഉടമ്പടിയാണ് എന്നെ ദൈവത്തോട് കൂടെ വെച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഈ ഉടമ്പടിയാണ് എന്നെ നിത്യതയിലേക്ക് നടത്തുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ ഉടമ്പടിയാണ് ദൈവത്തിൽ നിന്ന് എനിക്ക് ലഭിക്കേണ്ട സകല നന്മകളും എന്റെ അടുക്കലേക്ക് കൊണ്ടുവരുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ ഉടമ്പടിയാണ് ദൈവവുമായുള്ള എന്റെ ബന്ധത്തെ ഇൻടാക്റ്റ് ആക്കി വെച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെ ഈ ഉടമ്പടി എന്നുള്ള വാക്ക് നമ്മൾ ഭയങ്കര ആഴത്തിൽ നമ്മുടെ ജീവിതത്തിൽ അങ്ങ് പതിപ്പിച്ചു വെക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മനസ്സിലായോ? The most important term for a person, for a born again person, is covenant. മനസ്സിലായോ? ഒരു രാജ്യത്തിൽ നിൽക്കാനുള്ള ഒരു വ്യക്തിയുടെ ഐഡന്റിറ്റി എന്ന് പറയുന്ന ആ വിസ ആണെങ്കിൽ അല്ലെങ്കിൽ പാസ്പോർട്ട് ആണെങ്കിൽ എന്ന് പറഞ്ഞതുപോലെ, ഹല്ലേലൂയ, വീണ്ടെടുക്കപ്പെട്ട ഒരു ദൈവ ഭക്തന്റെ ജീവിതത്തെ അതിൻ്റെ ഉറപ്പെന്ന് പറയുന്ന ലീഗൽ ഡോക്യുമെന്റ് എന്ന് പറയുന്നത് എന്താണ്? ദ കവനന്റ്. അത് നമ്മൾ മനസ്സിലാക്കണം. ഇനി നമ്മൾ ആദ്യം മുതൽ നമുക്കൊന്ന് നോക്കാം. ഈ ദൈവത്തിന്റെ സ്വഭാവം ഈ കവനന്റിലൂടെയാണ് ദൈവം എന്ത് ചെയ്ത് വെളിപ്പെടുത്തിയത്. നമ്മൾ മുമ്പേ പറഞ്ഞില്ലേ, ഐ ആം ദ ഗോഡ് എന്നെന്ത് ചെയ്യും? മനസ്സിലാക്കണം അല്ലേ? ആരാണ് ദൈവം? ദൈവത്തിന്റെ നേച്ചർ എന്താണ്? ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത്? എങ്കിൽ മാത്രമല്ല നമുക്ക് ആ യൂട്ടേൺ അടിച്ച് അവിടെ എത്താൻ പറ്റൂ. ആ നേച്ചർ ഇപ്പം നമുക്ക് അറിയില്ല. നമ്മുടെ ശരീരത്തെ വാഴുന്നത് എന്താണ്? പാപത്തിന്റെ പ്രമാണമാണ്. നമ്മുടെ ശരീരത്തെ വാഴുന്നത് എന്താണ്? മരണത്തിന്റെ പ്രമാണമാണ്.
പ്രൈസ് ദി ലോർഡ്. ഈ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തെ വിട്ട് ജീവന്റെ പ്രമാണത്തിൽ എത്തണമെങ്കിൽ ആ ജീവന്റെ പ്രമാണം എന്താണെന്ന് നമുക്ക് തിരിച്ചറിയണം. ഹല്ലേലൂയ. ഈ തിരിച്ചറിയേണ്ടതിന് ഹല്ലേലൂയ ദൈവം തന്നെ വെളിപ്പെടുത്തിയ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പ്രദർശനമാണ് കവനന്റ് എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിർബന്ധിച്ച് ചില നിയമങ്ങളെ അനുസരിപ്പിച്ചിട്ട് തന്റെ രാജ്യത്തിന്റെ പൗരന്മാരാക്കുകയല്ല ദൈവം ചെയ്യുന്നത്. മോനെ, ഞാൻ ഇങ്ങനെയാ, നീ ഇങ്ങനെയായാൽ നിന്റെ സ്വഭാവത്തിലേക്ക്, നിന്റെ വീഴ്ചയ്ക്ക് മുമ്പുള്ള പരിശുദ്ധ സ്വഭാവത്തിലേക്ക് നിനക്ക് മടങ്ങി വരാൻ കഴിയും. ഹല്ലേലൂയ. അതുകൊണ്ട് എന്റെ ഈ സ്വഭാവം നീ ഒന്ന് കാണണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാനുമായിട്ടുള്ള ബന്ധം എങ്ങനെ നിലനിൽക്കുമെന്ന് നീ ഒന്ന് മനസ്സിലാക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിന്നെ പറ്റി ഞാൻ ആഗ്രഹിക്കുന്നത് ദൈവത്വത്തിലേക്ക്, എൻ്റെ അസ്തിത്വത്തിലേക്ക് നീ എൻ്റെ വരണമെന്നാ ഞാൻ ആഗ്രഹിക്കുന്നത്. എന്താണെന്നറിയാമോ? ഞാൻ എൻ്റെ സ്വരൂപത്തിലും എൻ്റെ സദൃശത്തിലും വളരെ സ്നേഹത്തോടെ ഞാൻ നിർമ്മിച്ച എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സൃഷ്ടിയാണ് നീ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരു അപ്പനും അമ്മയും ഹല്ലേലൂയ ഒരു കുഞ്ഞിനെ ജനിപ്പിക്കുന്നത് പോലെ അവരുടെ സ്വന്തം സദൃശവും തൻ്റെ സ്വന്തം സ്വരൂപവുമായി അവരുടെ DNA-യിൽ, അവരുടെ ബ്ലഡിൽ ഹല്ലേലൂയ ഒരു കുഞ്ഞിനെ ജനിപ്പിക്കുന്നത് പോലെ ദൈവം ഏറ്റവും സ്നേഹത്തോടെ തന്റെ സ്നേഹത്തിന്റെ പ്രകടനമായി താൻ സൃഷ്ടിച്ച മനുഷ്യനെ ഹല്ലേലൂയ വളരെ സ്നേഹത്തോടെ വിളിക്കുക. മോനെ, I have made a covenant for you. In this covenant, I will make you know who am I, and you will know how you can come back to me. You will identify which is your home. Hallelujah. നിന്റെ ഭവനം ഏതെന്ന്, നിന്റെ അസ്തിത്വം ഏതെന്ന്, നിനക്ക് വരേണ്ട ഇടമേതെന്ന് ഹല്ലേലൂയ ഞാൻ നിന്നെ മനസ്സിലാക്കി തരത്തക്കവണ്ണം ഞാനൊരു കവനന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതെവിടെയാ ദൈവം തുടങ്ങിയതെന്നറിയാമോ? നോഹയിൽ ആദ്യം തുടങ്ങി. നോഹയോട് പറഞ്ഞു, എന്ത് ചെയ്യുക? പെട്ടകം ഉണ്ടാക്കണം. നോഹ എന്ത് ചെയ്തു? ദൈവം പറഞ്ഞത് മൊത്തം അനുസരിച്ചു, മുഴുവൻ അനുസരിച്ചു. നമ്മൾ വളരെ പെട്ടെന്ന് ഇങ്ങനെ പറയാണ്, നോഹയുടെ കാലത്ത് വെള്ളപ്പൊക്കം ഉണ്ടായി അല്ലേ? നമ്മൾ അത്രേ അതിനെക്കൊണ്ടൊന്ന് ചിന്തിക്കാൻ പറ്റുന്നുള്ളൂ. പക്ഷെ ദൈവത്തിനെ പഠിച്ച് നമുക്ക് മനസ്സിലാവും, നോഹയുടെ കാലത്ത് ഇന്ന് ഈ ലോകത്ത് നാം കാണുന്ന പാപങ്ങളെക്കാളും വലിയ പാപമായിരുന്നു നോഹയുടെ കാലം. നിയമമില്ല, ലോ ആൻഡ് ഓർഡർ ഇല്ല, മ്ലേച്ഛതയുടെ അങ്ങേയറ്റം. മനുഷ്യന് എന്തുമാത്രം പാപം ചെയ്യാൻ പറ്റുമോ അതിനും മാത്രം പാപം പെരുകിയ കാലം. പ്രൈസ് ദി ലോർഡ്. മനുഷ്യർ മാത്രമല്ല, ഏദൻ തോട്ടത്തിൽ നിന്ന് മനുഷ്യനെ പുറത്താക്കിയ ശേഷം ഈ ഭൂമിയെ നോക്കാൻ ദൈവം ഒരു ബറ്റാലിയൻ ദൂതന്മാരെ ഇവിടെ അയച്ചു. ഈ ദൂതന്മാരെന്ത് ചെയ്തെന്നറിയാമോ? ദൈവത്തിൻ്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാർ സുന്ദരികളെന്ന് കണ്ട് എന്ത് ചെയ്തു? അവരെ ഭാര്യമാരായി എടുത്തു. പിന്നെ ഇവർ തമ്മിൽ കുഞ്ഞുങ്ങളുണ്ടായത് മനുഷ്യനുമല്ല ദൂതന്മാരുമല്ലാത്ത ഭീമന്മാർ ഈ ഭൂമിയിലുണ്ടായി. നരകമായ ഭൂമി. ആ സ്ഥാനത്താണ് ദൈവത്തിൻ്റെ കൽപ്പന കേട്ട് വിശ്വസിച്ച് 10-60 വർഷം കൊണ്ട് ദൈവം പറഞ്ഞതുപോലെ ഒരു പെട്ടകം ഉണ്ടാക്കിയ മനുഷ്യനാണ് നോഹ. മനസ്സിലായോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. നോഹയുടെ കോളിംഗ് മനസ്സിലായോ? ഹല്ലേലൂയ. അവൻ്റെ ചെവിയിൽ ഒരു ശബ്ദം കേട്ടു, മനസ്സിലായി ഇത് സ്വർഗസ്ഥനായ എൻ്റെ ദൈവമാണ്, എൻ്റെ യഥാർത്ഥ അപ്പൻ, എൻ്റെ യഥാർത്ഥ അസ്തിത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ യഥാർത്ഥ ഭവനത്തിൽ നിന്ന് എനിക്കൊരു വിളി വന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ വിളി എൻ്റെ ജീവനാ, ഈ വിളി എൻ്റെ ജീവനാ. ഹല്ലേലൂയ.
ആ നാട് മുഴുവൻ നടന്ന് നോഹ പ്രസംഗിച്ചു കാണും, ആരും കേട്ടില്ല. അത് കഴിഞ്ഞപ്പോൾ ദൈവം നോഹയുമായിട്ട് ഉടമ്പടി ചെയ്തു, ഇനിയും ഞാൻ ഈ ഭൂമിയെ നശിപ്പിക്കത്തില്ല വെള്ളം കൊണ്ട്. നോഹ അവിടെ യാഗം കഴിച്ച് ദൈവത്തെ ആരാധിച്ചു. അതിനുശേഷം നമ്മൾ വീണ്ടും നോക്കിക്കഴിഞ്ഞാൽ ഭൂമിയിൽ വീണ്ടും പാപം വരികയാണ്. അവിടെ എവിടെ എത്തി? നിമ്രോദിന്റെ കാലം എത്തി. അവിടെ എന്ത് ചെയ്തു? ദൈവത്തോട് മത്സരിച്ച് ഇനിയും ഒരു വെള്ളപ്പൊക്കം ഉണ്ടായാൽ എന്ത് ചെയ്യുക? ദൈവത്തെയും പരാജയപ്പെടുത്താൻ സ്വർഗത്തോളം എത്തുന്ന ഒരു ഗോപുരം. നിമ്രോദ് ദൈവത്തോട് മത്സരിച്ചു, പാപം വീണ്ടും പെരുകി. അപ്പൊ ദൈവത്തിന്റെ അടുത്ത എക്സ്റ്റെൻഡിങ് ഓഫ് ഹിസ് ഹാൻഡ്സ് അതെവിടെയാ? അബ്രഹാമിനോട് ദൈവം എന്ത് ചെയ്തു? വിളിച്ചു, ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ഒരു ദേശത്തേക്ക് നീ പോകണം, ഞാൻ നിന്നെ എൻ്റെ ഒരു വലിയ ജാതിയാക്കും, നിന്നിലൂടെ ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഇനി അബ്രഹാം അത് കേട്ടു, വിശ്വാസത്താൽ അബ്രഹാം നീതീകരിക്കപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഒന്നാമത്തെ കാര്യം, അബ്രഹാം വിശ്വസിച്ചു, നീതീകരിക്കപ്പെട്ടു. നോഹ വിശ്വസിച്ചു, നീതീകരിക്കപ്പെട്ടു. ഹല്ലേലൂയ. പിന്നെ ആരാ? മോശ വിശ്വസിച്ചു, നീതീകരിക്കപ്പെട്ടു. ഇവരെ കൊണ്ട് വല്ലതും ചെയ്തിട്ടാണോ? ഒരൊറ്റ കാര്യം ചെയ്തുള്ളൂ. ഹല്ലേലൂയ. കർത്താവിന്റെ ശബ്ദം കേട്ടപ്പോൾ, ഹല്ലേലൂയ, എൻ്റെ ഈ സാമ്രാജ്യങ്ങളെക്കാൾ, എൻ്റെ ഈ സമ്പത്തിനേക്കാൾ, എൻ്റെ ഈ കുടുംബത്തെക്കാൾ, എനിക്കുള്ള ഈ ലോകത്തിൽ എനിക്കുള്ള സർവത്തിനേക്കാൾ എനിക്ക് കേൾക്കേണ്ട ഒരു ശബ്ദമുണ്ട്. അത് ഹല്ലേലൂയ, അത് സ്വർഗസ്ഥനായ എൻ്റെ പിതാവിന്റെ ശബ്ദം. ഹല്ലേലൂയ. അത് കേൾക്കുവാൻ എൻ്റെ കാതിന് ഹല്ലേലൂയ കൃപ ലഭിച്ചതുകൊണ്ട്, ഓ ജീസസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഇന്ന് ഞാൻ ആ ശബ്ദം കേൾക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ സമയത്ത് ഹല്ലേലൂയ അവിടെ വെച്ചൊരു കാര്യം ഞാൻ പറയട്ടെ. ഹല്ലേലൂയ, ദൈവത്തിന്റെ ശബ്ദത്തിന് കാത് കൊടുക്കുന്ന ഒരു വ്യക്തിയും ഹല്ലേലൂയ നശിച്ചു പോകത്തില്ല. ഹല്ലേലൂയ. ആ നിമിഷം ദൈവം അവനുമായ ഒരു ഉടമ്പടി ചെയ്യും. ആ ഉടമ്പടി എന്താണെന്ന് അറിയാമോ? അബ്രഹാമേ, ഞാൻ നിന്റെ പരിചയം നിന്റെ അതിമഹത്തായ പ്രതിഫലവുമാകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ നിന്റെ പരിച, നിന്റെ അതിമഹത്തായ പ്രതിഫലം. ഹല്ലേലൂയ. അവിടെ ദൈവത്തിന്റെ ആ വിശ്വസ്തതയെ ഒന്ന് മനസ്സിലാക്കാൻ ഞാനൊരു ഒരു ചെറിയ കാര്യം പറഞ്ഞ് നമുക്ക് മുമ്പോട്ട് പോകാം. പെട്ടെന്ന് പോകണം. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം 7-ാം വാക്യം വായിച്ചേ. പിന്നെ അവനോട് പറഞ്ഞോ. അവനോട് നീ 3 വയസ്സുള്ള ഒരു പശുക്കിടാവിനെയും 3 വയസ്സുള്ള ഒരു കോലാടിനെയും 3 വയസ്സുള്ള ഒരു ആട്ടുകൊറ്റനെയും ഒരു കൂറുപ്രാവിനെയും ഒരു പ്രാവിൻ കുഞ്ഞിനെയും കൊണ്ടുവരിക എന്ന്. ഓക്കെ, മതി, ഞാൻ പറയാം, സമയം കളയുന്നില്ല. മെസപ്പൊത്തോമിയൻ ആ കാലത്ത് അവിടെ മനുഷ്യർ തമ്മിൽ ഒരു നിയമം ചെയ്യുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, അവര് ഒരു കാളക്കുട്ടിയെ വാങ്ങിക്കും. എന്നിട്ട് ഇവരെന്ത് ചെയ്യുന്നറിയാമോ? ഇതിനെ രണ്ടായിട്ട് പിളരും. ഇത് പിളർന്ന് ആ ചോരയോടുകൂടെ, രക്തത്തോടുകൂടെ ഇത് പിളർത്തി 2 സൈഡിൽ വെച്ചേക്കുക. എന്നിട്ട് ഈ 2 പേര് എന്ത് ചെയ്യുന്നറിയാമോ? നഗ്നപാതരായി ഈ ചോരക്കകത്തൂടെ ഇതിന്റെ നടുവിലൂടെ നടക്കും. ഇതിന്റെ നടുവിൽ നിന്നുകൊണ്ട് ഇവര് തമ്മിൽ എന്ത് ചെയ്യും? ഒരു ഉടമ്പടി. അതിന്റെ അർത്ഥം,
ഈ ഉടമ്പടി മാറണമെങ്കിൽ ഈ പിളർന്നു കിടക്കുന്ന ഈ മൃഗം വീണ്ടും ജീവിച്ചു വരണം. 4 കാലം ഇത് പിന്നെ നടക്കണം. അതല്ലാതെ മറ്റൊരു തരത്തിലും ഈ ഉടമ്പടി മാറിയാൽ ഞങ്ങൾ ഇതുപോലെ ആയിത്തീരട്ടെ. ഇതാണ് ഉടമ്പടിയുടെ അർത്ഥം. ഇതാണ് ഉടമ്പടി ചെയ്യുന്ന അന്നത്തെ രീതി. അപ്പോൾ ദൈവത്തോട് അബ്രഹാം ചോദിച്ചു, ഈ വാഗ്ദത്തത്തെ എങ്ങനെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും? ദൈവത്തിനൊരു വിശ്വസ്തത നോക്കിക്കേ. അപ്പൊ ഈ അബ്രഹാമിനോട് പറഞ്ഞു, ഇത് കൊണ്ടുവരാൻ പറഞ്ഞു. അബ്രഹാം എന്ത് ചെയ്തു? ഇതിനെ പിളർത്തി. പക്ഷികളെ പിളർത്തിയില്ല. അബ്രഹാമിന് ഭയങ്കര പേടിയായി. പ്രൈസ് ലോർഡ്. ഇത് സൂര്യൻ അസ്തമിക്കുമ്പോൾ അബ്രഹാമിനൊരു ഗാഢ നിദ്ര വന്ന് ഭീതിയും അന്ധതമസ്സും അവന്റെ മേൽ വീണു. അതിന്റെ ആ വാക്യം ഇങ്ങനെയാണ്, 12ാമത്തെ വാക്യം. എന്താ അറിയാമോ? അബ്രഹാം ഭയപ്പെട്ട് വിറയ്ക്കുക. ചോദിച്ചു പോയി കർത്താവിനോട്, എന്തുവാ ഇത്, ഞാൻ എങ്ങനെ അറിയും? ഉടനെ ദൈവം പറഞ്ഞു, കൊണ്ടുവാ കാളക്കിടാവിനെ, കൊണ്ടുവാ പക്ഷിയെ, ഞാൻ നീയുമായിട്ടൊരു ഉടമ്പടി ചെയ്യാൻ പോവാന്ന്. ഹല്ലേലൂയ. അബ്രഹാം പേടിച്ചു പോയി. കാരണം അബ്രഹാമിനറിയാം, ദൈവവുമായിട്ട് ഉടമ്പടി ചെയ്തിട്ട് എനിക്ക് പാലിക്കാൻ പറ്റുമെന്ന് ഓരോറപ്പുമില്ല. ഹല്ലേലൂയ. ദൈവവുമായിട്ട് ഞാൻ ഉടമ്പടി ചെയ്യുകയോ ഞാൻ പരാജയപ്പെട്ടു പോകും. അതുകൊണ്ട് അബ്രഹാം ആ പക്ഷികളെ പിളർന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് കഴിഞ്ഞിട്ട് 17ാമത്തെ വാക്യം, സൂര്യൻ അസ്തമിച്ച് ഇരുട്ടായ ശേഷം ഇതാ പുകയുന്ന ഒരു തീച്ചുള, ആ ഭാഗങ്ങളുടെ നടുവേ ജ്വലിക്കുന്ന ഒരു പന്തം കടന്നുപോയി. അന്ന് യഹോവ അബ്രഹാമിനോട് ഒരു നിയമം ചെയ്തു. എബ്രായ ലേഖനത്തിൽ ഇപ്രകാരം പറയുന്നു, തന്നേക്കാൾ വലിയ ഒരാൾ സത്യം ചെയ്യാനില്ലാത്തത് കൊണ്ട് ദൈവം തന്നെ കൊണ്ട് തന്നെ ഒരു ആണയിട്ടു. ഇതാണ് ദൈവത്തിന്റെ ഉടമ്പടിയുടെ ഉറപ്പ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അന്ന് ദൈവം അബ്രഹാമുമായി ഒരു ഉടമ്പടി വെച്ചു. ഈ ഉടമ്പടി നീങ്ങിപ്പോകാത്തത്. പ്രൈസ് ദി ലോർഡ്. ഇനിയും അടുത്തത് 17ാം അധ്യായത്തിൽ അബ്രഹാമിനോട് പറ്റുന്ന ഒരു ഉടമ്പടി ചെയ്യിപ്പിച്ചു. അതിന്റെ 17ാം അധ്യായം 10ാം വാക്യം, എനിക്കും നിങ്ങൾക്കും നിന്റെ ശേഷം നിന്റെ സന്തതിക്കും മതിയുള്ളതും നിങ്ങൾ പ്രമാണിക്കേണ്ടതുമായ എന്റെ നിയമം ആണിത്. നിങ്ങളിൽ പുരുഷ പ്രജയൊക്കെയും പരിച്ഛേദന കേൾക്കണം. നിങ്ങളുടെ അഗ്രനിയമം പരിച്ഛേദന ചെയ്യണം. അത് എനിക്കും നിങ്ങൾക്ക് മധ്യയുള്ള നിയമത്തിന്റെ അടയാളമാകും. ആമേൻ. ഹല്ലേലൂയ. അബ്രഹാമിനെ കൊണ്ട് ചെയ്യിപ്പിച്ച നിയമം എന്താണെന്നറിയാമോ? പരിച്ഛേദന, സർക്കംസിഷൻ എന്ന് പറഞ്ഞാൽ അവന്റെ ശരീരത്തിൽ ജഡത്തിന്റെ ഒരു അടയാളം അത് വേണ്ട. ഒരു മനുഷ്യന്റെ ജഡികമായ സകല കാര്യങ്ങളുടെയും കേന്ദ്രമായിട്ട് അവിടെ തന്നെ ദൈവം എന്ത് ചെയ്തു? നീ അതിനെന്ത് ചെയ്യണം? അഗ്രകർമ്മം ചെയ്യണം. സർക്കംസിഷൻ. നിന്റെ ദേഹത്ത് ഇതൊരു അടയാളമായിരിക്കണം എന്ന് പറഞ്ഞാൽ, എൻ്റെ ദേഹം, എൻ്റെ ജഡം ഞാൻ ദൈവവുമായി ഒരു ഉടമ്പടിക്ക് ഞാൻ സമർപ്പിച്ചു. ഇപ്പൊ ദൈവം അബ്രഹാമിനോട് ചോദിച്ചത് എന്താ? ഒറ്റ കാര്യമുള്ളൂ, നിന്റെ ശരീരത്തെ നിന്റെ ഇഷ്ടത്തിനല്ല, എനിക്ക് വേണ്ടി നീ തരണം. ഇതാ അടയാളം. പ്രൈസ് ദി ലോർഡ്. എന്നേക്കും നിത്യ നിയമമായി. ഇനി അത് കഴിഞ്ഞ് ദൈവം ആ കാലത്തിന് ശേഷം 400 വർഷത്തോളം അവർ അടിമത്തത്തിലായിരുന്നു. അവിടുന്ന് മോശയിലൂടെ ദൈവം അവരെ വിടുവിച്ചു. സീനായി പർവ്വതത്തിൽ അവർക്ക് ന്യായപ്രമാണം കൊടുത്തു. അത് കഴിഞ്ഞ് ദൈവം അവരോട് പറഞ്ഞത് മുഴുവൻ എന്തുവാ? ജീവനും മരണവും നിങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്നു, ഏത് വേണമെങ്കിലും തിരഞ്ഞെടുത്തു. നിങ്ങൾ ഈ ന്യായപ്രമാണത്തെ പാലിക്കുന്നുവെങ്കിൽ
ഞാൻ നിങ്ങളുടെ ദൈവമായിരിക്കും. ഇനി അവരോട് ദൈവം അവരുടെ മധ്യത്തിൽ അങ്ങ് വസിക്കുക. ഹല്ലേലൂയ. എന്നിട്ട് ഇവർക്ക് പോകാൻ എന്താ മേഘസ്തംഭവും അഗ്നിത്തൂണും വെച്ചിരിക്കുക. ഈ മേഘം പൊങ്ങുമ്പം ഇവരെന്ത് ചെയ്യും? അവർ യാത്ര പോകും. മേഘം നിൽക്കുമ്പോൾ അവരവിടെ താമസിക്കും. അവരുടെ മധ്യത്തിൽ സമാഗമനം കൂടാ. ദൈവത്തിന്റെ ശക്തിയെ അവിടെ ഇറങ്ങി വരും. ദൈവം ഉടമ്പടിയിലൂടെ കൊണ്ടുപോകുന്നുണ്ടോ? ഇനിയും നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ എനിക്ക് എത്തേണ്ട സ്ഥലത്ത് എത്താൻ പറ്റുന്നില്ല, അവിടെ പെട്ടെന്ന് പോവാണ്. ഇനിയും മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ വരണം. വായിക്കുന്നില്ല. ന്യായാധിപന്റെ പുസ്തകത്തിൽ ഇങ്ങനെയാണ് സ്ഥിരമായി എഴുതിയിരിക്കുന്ന ഒരു പല്ലവി. എന്തെന്നറിയാമോ? അവർ യഹോവയ്ക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചു, ബാലിനും അശേര പ്രതിഷ്ഠയ്ക്കും ആരാധിച്ചു. യഹോവയുടെ കോപം അവർക്ക് നേരെ ജ്വലിച്ചു. അവരെ ദൈവം 15 വർഷത്തേക്ക് അല്ലെങ്കിൽ ഇത്ര വർഷത്തേക്ക് മിദ്യാന്യരെ ഏൽപ്പിച്ചു. അത് കഴിഞ്ഞ് എന്ത് ചെയ്തു? അവർ നിലവിളിച്ചു. ദൈവം അവരെ എന്ത് ചെയ്തു? ശത്രുക്കളിൽ നിന്ന് വിടുവിച്ചു. വീണ്ടും കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? അവർ വീണ്ടും യഹോവയ്ക്ക് വിരുദ്ധമായി പാപം ചെയ്തു. യഹോവ അവരെ എന്ത് ചെയ്തു? ഫിലിസ്ത്യരുടെ കയ്യിൽ ഏൽപ്പിച്ചു. 40 വർഷം ദൈവം അവരെ ഫിലിസ്ത്യർക്ക് വിറ്റുകളഞ്ഞു. അവർ അവിടുന്ന് വീണ്ടും നിലവിളിച്ചു. ദൈവം എന്ത് ചെയ്തു? പിന്നെ കൊണ്ടുവന്നു. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കവനന്റിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ദൈവത്തിന്റെ കവനന്റ് മാറിയോ? ദൈവത്തിന്റെ കവനന്റ് മാറിയിട്ടില്ല. അവർക്ക് ശത്രുവിന്റെ സംഹാരം എപ്പോഴാണ് നേരിടേണ്ടി വന്നേ? അവർ യഹോവയ്ക്ക് വിരോധമായി പ്രവർത്തിച്ചപ്പോഴാണ് ശത്രുവിന്റെ കയ്യിൽ ദൈവം ഏൽപ്പിച്ചത്. അവർ പ്രമാണത്തിനകത്ത് നിന്ന കാലത്ത് ഒരു ശത്രുവിനും അവരുടെ മുമ്പിൽ നിൽക്കാൻ പറ്റിയിട്ടില്ല. ഇനി മറ്റൊരിടത്ത് ദൈവം എഴുതിയിട്ടുണ്ട്, അതേ എഴുതിയിട്ടുണ്ട്, യോശുവയുടെ പുസ്തകത്തിലാണെന്ന്. അതല്ല, ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ. യുദ്ധം കാണാത്ത തലമുറകളെ അഭ്യസിപ്പിക്കുന്നതിന് വേണ്ടി ദൈവം ചില ജാതികളെ അവരുടെ ഇടയിൽ വെച്ചു. മനസ്സിലായോ? അപ്പോ ഒന്ന് തെറ്റിപ്പോയാൽ എന്ത് ചെയ്യും? ദൈവം എന്ത് ചെയ്യും? ശത്രുക്കളെ കയ്യിൽ ഏൽപ്പിക്കും. തെറ്റിപ്പോകാത്ത കാലം ദൈവം അവരെ സംരക്ഷിക്കും. എന്നാൽ അവർക്ക് യുദ്ധ പരിശീലനത്തിന് ചില ജാതികളെ അവർക്കെതിരെ കൊണ്ടുവരും. എന്നാൽ ആ ജാതികൾക്ക് ഇവരെ പരാജയപ്പെടുത്തുവാൻ കഴിയില്ല. ഇതാണ് ക്രിസ്തീയ ജീവിതം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അഭ്യസിപ്പിക്കേണ്ടതിന്, ഹല്ലേലൂയ, പരീക്ഷയിൽ തികഞ്ഞു വരേണ്ടതിന്, വിശ്വാസത്തെ മൂർച്ചപ്പെടുത്തേണ്ടതിന്, ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിൽ ചില പരീക്ഷകൾ കൊണ്ടുവരും. സ്വർഗരാജ്യം നഷ്ടപ്പെടാതിരിക്കേണ്ടതിന്, നമ്മുടെ ജനം നമ്മൾ ശക്തി പ്രാപിക്കാതിരിക്കേണ്ടതിന്, ഹല്ലേലൂയ, ജനത്തിന്റെ ആഗ്രഹങ്ങൾ വന്നിട്ട് കവനന്റിൽ നിന്ന് നമ്മൾ മാറിപ്പോകാതിരിക്കേണ്ടതിന് ദൈവം ചില യുദ്ധങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തരും. ഹല്ലേലൂയ. എന്നാൽ ഈ യുദ്ധങ്ങളിൽ ഹല്ലേലൂയ ശത്രുവിന്റെ കയ്യിൽ ദൈവം ഏൽപ്പിച്ചു കൊടുക്കത്തില്ല. ഹല്ലേലൂയ. അവൻ കഴിഞ്ഞാഴ്ച കേട്ടതുപോലെ അവൻ ചുറ്റി പരിപാലിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കവനന്റിൽ ഉടമ്പടിക്കകത്ത്, ദൈവവുമായുള്ള ഉടമ്പടിക്കകത്ത് നിൽക്കുന്നിടത്തോളം കാലം, ഹല്ലേലൂയ, ശത്രു നിന്റെ നേരെ വരും. അവർ നിന്നെ പരാജയപ്പെടുത്തുവാൻ കഴിയും. അതാണ് ഇന്ന് പാടിയത്. എല്ലാ ശത്രുക്കളും ഹല്ലേലൂയ നിന്റെ നേരെ കടന്നു വന്നാലും, ഹല്ലേലൂയ, സ്വർഗ കവാടം തുറന്ന്, ഹല്ലേലൂയ, ദൈവദൂതന്മാർ നിനക്ക് വേണ്ടി ഇറങ്ങി വരും. ദൈവം ഏൽപ്പിച്ചു കൊടുക്കത്തില്ല. ചില കഷ്ടങ്ങൾ, ചില പ്രയാസങ്ങളിലൂടെ വന്നെങ്കിൽ നാം ദൈവത്തിന്റെ കവനന്റിൽ നിൽക്കാൻ പ്രാപ്തിയുള്ളവരാവത്തുള്ളൂ. നമ്മുടെ വിശ്വാസം എങ്ങനെ വർദ്ധിക്കണ്ടേ? പ്രതിസന്ധി വരാതെ വിശ്വാസം വർദ്ധിക്കുമോ? കഷ്ടത വരാതെ കർത്താവിനെ വിളിച്ച് കർത്താവിനെ അനുഭവിക്കാൻ പറ്റുമോ? ഹല്ലേലൂയ.
അഭ്യസിപ്പിക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തി അത് കർത്താവിൻ്റെ വലിയ സ്നേഹമാണ്. എന്നാൽ ഈ കവനന്റിൻ്റെ പുറത്ത് നാശമാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. അത് എത്ര കാലമെന്ന് നമുക്കറിയത്തില്ല. ഒരിക്കലും ഈ കവനന്റിന് പുറത്ത് വരരുത്. അതിനുശേഷം മുമ്പോട്ട് പോട്ടെ, നമുക്ക് കർത്താവിൻ്റെ അടുത്ത് വരാം. ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം അതിൻ്റെ 20-ാം വാക്യമാണെന്ന് തോന്നുന്നത്. ലൂക്കോസ് 22:20 വായിച്ചാട്ടെ. അവരുടെ തന്നെ താഴിന് ശേഷം അവൻ പാനപാത്രവും കൊടുത്തു. ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചൊരിയുന്ന എന്റെ രക്തത്തിന്റെ പുതിയ നിയമമാകുന്നു. മതി. ഈ പാനപാത്രം എന്താ? എൻ്റെ രക്തത്തിൻ്റെ പുതിയ നിയമമാകുന്നു. പുതിയ ഉടമ്പടി. അത് നിയമം നല്ല അതിൻ്റെ അർത്ഥം. അത് ഉടമ്പടി. ഇറ്റ്സ് എ ന്യൂ കവനന്റ്. ഇറ്റ്സ് എ ന്യൂ കവനന്റ്. ഇവിടെ നമ്മളൊന്ന് മനസ്സിലാക്കി, പഴയ നിയമത്തിൽ അവർ ചെയ്ത ഉടമ്പടികൾ എന്ന് പറയുന്നത് മരണത്തിന്റെ പ്രമാണമായിരുന്നു. എന്ന് പറഞ്ഞാൽ ഈ ഉടമ്പടിയിൽ നിന്ന് മാറണമെങ്കിൽ എന്താ സംഭവിച്ചേ? ഈ ഉടമ്പടി തെറ്റിപ്പോയാൽ ഞാൻ എന്താകുക? ഈ മരിച്ച ഈ മൃഗത്തെ പോലെ ആകട്ടെ. നശിച്ച മരണം. അത് മരണത്തിന്റെ പ്രമാണം. നീ പുതിയ പ്രമാണം എന്താണെന്നറിയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ യാഗമൃഗമായി കർത്താവ് തന്നെ പിളർക്കപ്പെട്ടിട്ട് പറയുക, നിന്റെ മരണം ഞാൻ എടുത്തു. ഹല്ലേലൂയ. നിന്റെ മരണം ഞാൻ എടുത്തു. ഹല്ലേലൂയ. നീ നിന്റെ മേൽ വാഴുന്നത് അത് മരണത്തിന്റെ പ്രമാണമല്ല, ഞാൻ ഉയർത്തെഴുന്നേറ്റതുകൊണ്ട്. ഹല്ലേലൂയ. എന്നിൽ മരിച്ച നീ എന്നിൽ ജീവന്റെ പുതുക്കത്തിൽ എന്നേക്കും നടക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാണ് ജീവന്റെ പുതുക്കത്തിലുള്ള ജീവന്റെ പ്രമാണം. റോമാലേഖനം 8-ാം അധ്യായം 1-2 വാക്യം വായിച്ചാട്ടെ. ഹല്ലേലൂയ. റോമർ 8:1-2. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തേശുവിലുള്ളവർക്ക് ശിക്ഷാവിധിയുമില്ല. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തു യേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ജീവന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തു യേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ഇനി പുതിയ ഈ ഉടമ്പടിയില് ഇതിന്റെ അടയാളം എന്താ? ഇതിന്റെ ആരംഭം എങ്ങനെ? ഇതിലെങ്ങനെയൊന്ന് പ്രവേശിക്കുന്നത്? പഴയ ഉടമ്പടിയിൽ അബ്രഹാം എന്ത് ചെയ്തു? സർക്കംസിഷൻ ചെയ്തു. അവന്റെ ദേഹത്തിൽ നിത്യ നിയമമായി. പുതിയ ഉടമ്പടിയിൽ അത് പറയും, നീ എന്ത് ചെയ്യും? ക്രിസ്തുവിൽ മരിച്ച് ഉയർത്തെഴുന്നേൽക്കണം. അതാണ് സ്നാനം. മനസ്സിലായോ? അതാണ് സ്നാനം. കൊലോസ്യ ലേഖനം ഒന്ന് പോകാം. കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 11-12 വായിക്കാമോ? കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 11-12. അവനിൽ നിങ്ങൾക്ക് ക്രിസ്തുവിന്റെ പരിച്ഛേദനയാൽ ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞതിനാൽ തന്റെ കൈക്കൊണ്ടല്ലാത്ത പരിച്ഛേദന ലഭിച്ചു. സ്നാനത്തിൽ നിങ്ങൾ അവനോടുകൂടെ അടക്കപ്പെടുകയും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിന്റെ വ്യാപാര ശക്തിയിലുള്ള വിശ്വാസത്താൽ അവനോടുകൂടെ നിങ്ങളും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. ആമേൻ. അവനിൽ നിങ്ങൾക്ക് ക്രിസ്തുവിന്റെ പരിച്ഛേദനയാൽ. മനസ്സിലായോ? പഴയ നിയമത്തിൽ ജനം പരിച്ഛേദനയേറ്റപ്പോൾ, അവരുടെ ശരീരത്തിൽ പരിച്ഛേദനയേറ്റപ്പോൾ എന്നേക്കുമായി പരിച്ഛേദനയാക്കപ്പെട്ട ക്രിസ്തു, ആ ക്രിസ്തുവിന്റെ മരണത്തോടെ ക്രിസ്തുവിൽ വിശ്വസിച്ചിട്ട് എന്താ വിശ്വസിക്കുന്നേ? ആ പരിച്ഛേദന എൻ്റെ പാപത്തിന്റെ പരിച്ഛേദനയായിരുന്നു. ഹല്ലേലൂയ. അപ്പൊ ക്രിസ്തുവിൽ ഞാൻ എന്ത് ചെയ്യുക? മരിക്കുക.
ക്രിസ്തുവിനോട് കൂടെ അടക്കപ്പെടുക, ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേൽക്കുക. ഇതിൻ്റെ ആത്മീക മർമ്മത്തെ വെളിപ്പെടുത്തുന്ന സഭയിൽ കർത്താവ് ഏൽപ്പിച്ച ശുശ്രൂഷയാണ് എന്ത്? സ്നാനം. ഇത് ജന്മപാപം നീക്കുന്നതല്ല, ഇത് മതത്തിൽ ചേർക്കുന്നതല്ല, സഭയെ ചേർക്കുന്നതല്ല. ഇതെന്താണ്? ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്നതാണ്. രക്ഷിക്കപ്പെടാൻ സ്നാനം ആവശ്യമുണ്ടോ? ചിലപ്പോൾ ചോദിക്കും. ആവശ്യമുണ്ട്. വായിക്കാം. 1 പത്രോസ് 3-ാം അധ്യായം 21-ാം വാക്യം. 1 പത്രോസ് 3-ാം അധ്യായം 21-ാം വാക്യം. ആ 21. അതെ. ആ പട്ടണത്തിൽ അല്പജനം എന്ന് വെച്ചാൽ ലക്ഷം പ്രാപിക്കും. അത് സ്നാനത്തിന് ഒരു മുൻകൂർ. സ്നാനമോ ഇപ്പോൾ ജലത്തിന്റെ അഴുക്ക് കളയുന്നതായിട്ടല്ല, ദൈവത്തോട് നല്ല മനസാക്ഷിക്കായുള്ള അപേക്ഷയായിട്ടത്രേ. യേശുക്രിസ്തുവിന്റെ നമ്മെയും രക്ഷിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ സാൽവേഷൻ, പഴയ നിയമത്തിൽ പറഞ്ഞ ആ കാര്യങ്ങളുണ്ടല്ലോ. എന്താണ്? ദൈവത്തെ നമ്മൾ അറിഞ്ഞു. ദൈവം എന്ത് ചെയ്യുക? നമ്മളെ പാപത്തിൽ നിന്ന് രക്ഷിച്ചു, പുറത്തു കൊണ്ടുവന്നു. എന്ത് ചെയ്യുക? നാം ഇരിക്കുന്ന ഇടത്ത് നമ്മുടെ ആയിരിക്കുന്ന നിസ്സഹായ അവസ്ഥയിൽ കർത്താവ് ഇറങ്ങി വന്നു. സ്വർഗത്തിൽ നിന്ന് ഭൂമിയിൽ ഇറങ്ങി വന്നു, അല്ലേ? ദൈവം നമ്മളെ പിന്നെ എന്ത് ചെയ്തു? വീണ്ടെടുത്തു. കർത്താവ് നമ്മുടെ പാപങ്ങളുടെ മറുവിലയായി എന്ത് ചെയ്തു? നമ്മളെ വീണ്ടെടുത്തു. അടുത്ത് എന്ത് ചെയ്യുക? തൻ്റെ സ്വന്തമാക്കി, കാന്തയാക്കി. അതുകൊണ്ട് പൗലോസ് പറഞ്ഞ് നിർമ്മല കന്യകയായി വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ കവനന്റിലേക്ക് പ്രവേശിക്കുന്ന സർക്കംസിഷൻ, സ്പിരിച്വൽ സർക്കംസിഷനാണ് എന്ത്? സ്നാനം. ഈ സ്നാനം. അപ്പോൾ ചിലർ ചോദിക്കാറുണ്ട്, ഈ ക്രൂശിൽ കിടന്ന കള്ളൻ സ്നാനപ്പെട്ടായിരുന്നു. ക്രിസ്തുവിനോട് കൂടി മരിക്കുന്നതാണ് സ്നാനമെങ്കിൽ ആ സ്നാനമേക്കാൻ നമ്മളെ കൊണ്ട് ആർക്കെങ്കിലും പറ്റുമോ? ഹല്ലേലൂയ. അവരാണ് യഥാർത്ഥ സ്നാനപ്പെട്ടത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് ഹല്ലേലൂയ കർത്താവ് നമ്മളെ രക്ഷിച്ചെങ്കിൽ നമ്മളൊരു ഉടമ്പടിയിലേക്ക് കൊണ്ടുവരിക. ഇനിയും പുതിയ നിയമത്തിന്റെ ഉടമ്പടി എന്താണെന്നറിയാമോ? ക്രിസ്തുവായി ജീവിക്കുക എന്നുള്ളത്. എന്താ? ക്രിസ്തുവിൽ ഞാൻ മരിച്ചു, എന്റെ പാപം മരിച്ചു, എന്റെ സ്വയം മരിച്ചു. ഇനി ഞാനല്ല, ക്രിസ്തു അത്രേ ജീവിക്കുന്നത്. ഒരുവൻ ക്രിസ്തുവിലാണ്, അവൻ പുതിയ സൃഷ്ടിയാണ്. എങ്ങനെ സംഭവിക്കും? ഈ ഉടമ്പടിക്കകത്ത് എന്താ? ഈ ഉടമ്പടി എന്ന് വെച്ചാൽ എന്താ? ഒരുമിച്ച് നിൽക്കുക അതിന്റെ അർത്ഥം. ഹല്ലേലൂയ. കർത്താവിന്റെ സാന്നിധ്യം നിൽക്കുക എന്നതിന്റെ അർത്ഥം. ഈ കർത്താവിന്റെ സന്നിധിയിൽ ഹല്ലേലൂയ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും പ്രാർത്ഥനയോട് അടുത്ത് ചെന്ന് ദൈവവചനത്തെ വായിച്ച് ആ അപ്പം ഭക്ഷിച്ചു കഴിയുമ്പോൾ ഇതിന്റെ അകത്ത് നിറഞ്ഞു വരുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിയുണ്ട്. ഈ പരിശുദ്ധാത്മ ശക്തി നിന്റെ മേൽ വരുമ്പോൾ നീ കടന്നു പോകുന്നത് നിന്റെ ജനത്തിന്റെ നിയന്ത്രണത്തിലല്ല, നീ കടന്നു പോകുന്നത് സ്വതന്ത്രമായ ദൈവത്തിന്റെ പ്രമാണത്തിനനുസരിച്ചായിരിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. സമയം കഴിഞ്ഞു. ഹല്ലേലൂയ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ പുതിയ നിയമത്തിന്റെ ഉടമ്പടിയിൽ ഹല്ലേലൂയ കർത്താവ് നമ്മളെ കാക്കേണ്ടതിന് നമ്മുടെ ഹൃദയത്തെ ഏൽപ്പിച്ചു കൊടുക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ഉടമ്പടി തീരുന്നതല്ല. ഹല്ലേലൂയ. പലപ്പോഴും നാം പാപം ചെയ്ത് വീണുപോയാലും കർത്താവ് പറയും, മോനെ ഈ കവനന്റ് ഇപ്പോഴും ഇവിടെ ഉണ്ട്. At the point of your faith, at the point of your obedience, at the point of your repentance, you are further in the covenant. Come back. You are mine. ഞാൻ നിന്നെ സൃഷ്ടിച്ചത് എന്റെ സ്വഭാവത്തിൽ ജീവിക്കാൻ വേണ്ടിയാ. നിന്നെ ഞാൻ അങ്ങോട്ട് തിരിച്ചു വിളിക്കുക. നീ മടങ്ങി വാ. Take a U-turn.
come back. The covenant is already here. Be with me. I will take you to the eternity. We will live forever in my spirit, in my power, in my love, in my righteousness, in the perfection of me. You are mine. Hallelujah. ഞാൻ നിന്റെയാണ്, നീ എന്റെയാണ്. നാം ഒരുമിച്ച് വാസം ചെയ്യുന്ന ആ സുന്ദരമായ കാലം നിന്റെ മുമ്പിലുണ്ട്. ഹല്ലേലൂയ. ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, എടാ നീ എൻ്റെ കൂടെ ഒന്ന് നിൽക്ക്. അത്രേ കർത്താവ് ചോദിക്കുന്നുള്ളൂ. നീ എൻ്റെ കൂടെ ഒന്ന് നിൽക്ക്, ഞാനെല്ലാം ചെയ്തോളാം, നീ എൻ്റെ കൂടെ ഒന്ന് നിൽക്കും. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിന്റെ പ്രമാണങ്ങളെ പറ്റി മനസ്സിലാക്കുവാൻ, ദൈവത്തിന്റെ നിയമങ്ങളിൽ നിന്ന് സഹായിക്കാം. കർത്താവിന്റെ എല്ലാ ക്രമങ്ങൾക്കായി സ്തോത്രം ചെയ്യാം. നാളുകളിലെല്ലാം കർത്താവ് നമ്മെ കരുതുന്ന ദൈവത്തിന്റെ അല്ലാതിരുന്നപ്പോൾ കർത്താവ് നമ്മെ സ്നേഹിച്ച് തന്റെ രക്തം ചിന്തി നമ്മെ ആ ദൈവത്തിന്റെ കരുണയ്ക്കായി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ എന്ന് പകൽക്കാലം ദൈവത്തോട് ചേരുവാൻ, ദൈവത്തോട് അടുക്കുവാൻ, ദൈവത്തിന്റെ കടന്നു വരുവാൻ ദൈവനായി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം കർത്താവ് നമ്മൾ നടത്തിയല്ലോ. വീണ്ടും സഫലമായിരിക്കുന്നത് ഞായറാഴ്ച ആരാധനയ്ക്കായി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹാപരിശുദ്ധനായ ദൈവമേ, നല്ല രാത്രിവേളയ്ക്കായി സ്തോത്രം. ഈ വെള്ളിയാഴ്ച രാത്രിവേള ഞങ്ങൾക്ക് ഒരുമിച്ച് പട്ടണത്തിൽ കടന്നു വന്ന അല്പസമയം അത്ഭുതമായി സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ഞങ്ങളെ സഭയായി, കുടുംബങ്ങളായി, വ്യക്തികളായി എല്ലാ പ്രവർത്തനങ്ങളും കർത്താവെ കാത്തു പരിപാലിക്കും. Hallelujah, hallelujah, hallelujah.